പേരെന്തായിരുന്നു? അല്ല, ഇത് മേക്കപ്പ് ചെയ്യോ? മേക്ക് ഓവർ ചെയ്യോ? എനിക്ക് ഒന്ന് ജസ്റ്റ് മേക്ക് ഓവർ ചെയ്യാനായിരുന്നു. ഹലോ ഗൈസ്, ഞാൻ ഫോറം മാളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പോണ്ട് നെയ്ക്കടെ ഒരു മേക്കപ്പ് പരിപാടി അവിടെ കാണാനുണ്ട്. മുന്നേ ഞാൻ ഒരു മേക്കപ്പ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതാ വീണ്ടും ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ചെയ്തു തരുമോ ഇല്ലയോ നോക്കാം. പേരെന്തായിരുന്നു? അല്ല, ഇത് മേക്കപ്പ് ചെയ്യോ? മേക്ക് ഓവർ ചെയ്യോ? എനിക്ക് ഒന്ന് ജസ്റ്റ് മേക്ക് ഓവർ ചെയ്യാനായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു മേക്കപ്പ്, ഒരു സിമ്പിളായിട്ടൊന്ന് നൈറ്റ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല, രണ്ടൊന്ന് ചെറിയ എക്സ്പ്ലെയിൻ. ആണോ? ഇതിപ്പോൾ ചെയ്യുന്നതിന് പൈസ ഉണ്ടോ? ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതി. എന്നാൽ എനിക്കൊന്ന് സിമ്പിൾ ചെയ്യാം. ഓക്കെ. മേക്കപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ മേക്ക് ഓവർ ചെയ്തത്. ഇപ്പൊ അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയൊരു സ്റ്റാള് സെറ്റപ്പ് ചെയ്താണ്. കൊള്ളാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മോളിലാണ് അവരെ സ്റ്റോർ ഉള്ളത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. നോക്കി നോക്കാം ഗൈസ്, നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മളെ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ഐറ്റംസ് ആണെന്ന് എനിക്കറിയില്ല. കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് അവിടെ. എന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ചോദിച്ച് വരുത്തിക്കുന്നുണ്ട്. എനിക്കറിയില്ല. ഇവിടെ ഇരുന്നാ പോരെ? അവിടെ ഇരിക്കണോ? എവിടെ ഇരിക്കണ്ടേ? ഓക്കെ, എവിടെ ഇരിക്കാം. പേരെന്തായിരുന്നു? ടീനു. ഞാൻ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആണല്ലേ? ഇത് അങ്ങനല്ല, ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ വ്ളോഗ്. ഫായിസ് ഇബ്രാഹിം. പേരെന്തായിരുന്നു? ടീനു. ടീനു. ഓക്കെ ഓക്കെ. ബോയ്സ് ഇതുപോലെ മേക്കപ്പ് ചെയ്യാൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ശരി, ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ബോയ്സ് വന്ന് ഇവിടുന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോവാറ്. അപ്പം ഞാൻ മാത്രമാണ് മേക്കപ്പ് ചെയ്യാതെ ഫംഗ്ഷന് പോണത്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ മേക്കപ്പ് വാങ്ങുന്നത്? ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ബോയ്സും സ്കിൻ കെയർ ഒക്കെ അറിയാം. പണ്ട് സ്കിൻ കെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് എന്ന് പറയും. സ്കിൻ കെയർ ഏതാണ് മേക്കപ്പ് ഏതാണ് രണ്ടാണെന്ന് അറിയാം. ഇപ്പൊ ബോയ്സും ഇവിടെ നിന്നോ കണ്ടോട്ടെ. ഓക്കെ. ഇപ്പൊ ബോയ്സും ഗേൾസിന്റെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. ഫുള്ള് സ്കിൻ കെയർ ആയിട്ട് നടക്കുന്നതിന് സ്കിൻ കെയർ വാങ്ങാറുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ പേരും ഓർഡിനറി വാങ്ങാനായിട്ട് വരാറുണ്ട്. കാരണം മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ചാണ് അതിന്. യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന മേക്ക് ഓവർ എങ്ങനെയാണ്, എന്തൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരു ചെറിയ സിമ്പിളായിട്ട് എങ്ങനെ ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൽ ക്രീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒറ്റ പ്രൊഡക്റ്റ് മതി. പിന്നെ അത് സ്കിൻ കെയർ കൂടി ആഡഡ് ആയിട്ടുള്ളതാണ്. കോസ്മെറ്റിക്സ് മാത്രമായിട്ട്. ഏതായിരുന്നു? കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കൻ ബ്രാൻഡാണ്. ഓക്കെ. ഇപ്പോൾ ലോഞ്ച് ആയിട്ട് 3 months ആയിട്ടുള്ളൂ. ഓക്കെ. ഇത് ഒറ്റ പ്രൊഡക്റ്റ് നമുക്ക് റെഗുലർലി യൂസ് ചെയ്യാം ഫേസ്. ഓക്കെ. ഇത് സൺസ്ക്രീൻ കൂടിയാണോ? ഓക്കെ. 50 FPS സൺസ്ക്രീൻ കൂടിയിട്ടാണ്. ഹായ്, എന്താ പേര്? ജസ്റ്റ് വന്നോളൂ, കണ്ടോട്ടെ. ഒരു ഹായ് പറഞ്ഞു. പേര്? ടീനു. ഞാനത് ഡൗട്ട് അടിച്ചു. രണ്ടുപേരും പേര് ഏകദേശം സെയിം ആണ്. ഓക്കെ. എന്താ വിളിച്ചു പറഞ്ഞ്? ഒരു ബോയ് വന്നിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ. എൻ്റെ പേര് ഫായിസ് എന്നാണ്. കണ്ടിട്ടുണ്ട് ശരിക്കും? ഓക്കെ. താങ്ക് യു. അപ്പോൾ എന്താ ചെയ്യാൻ പോണേ? നല്ല നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട്, നിങ്ങളുടെ ടൈം അനുസരിച്ച്. ഓക്കെ. ടീനു. ഓക്കെ. രണ്ടുപേരുടെ പേര് ഏകദേശം സെയിം ആണ്. കുറേ എന്തൊക്കെയോ സെറ്റപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയധികം ബ്രഷുകൾ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഒരു ടൈം ഉപയോഗിക്കുന്നതാണോ അതോ പല പർപ്പസ്?
ഓക്കെ. ഇത് എന്ത് പർപ്പസാണ്? ഏതാണ്? ചെറുത്. ഇത് നമുക്ക് eyeliner ഒക്കെ ഇടും, liquid ആ ആ ആ അങ്ങനെ wings ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ സ്റ്റോറിൽ നിന്ന് ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് എന്താ സിമ്പിളായിട്ട് അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് വേറൊരു മേക്കപ്പ് കൂടി ചെയ്യുന്നത്. സ്കിന്ന് ഡ്രൈ ആണോ? അല്ല, നല്ല ഡ്രൈ സ്കിൻ അല്ല, അത്ര ഓയിലും അല്ല. നമുക്ക് ആദ്യം ഒരു ഐഡിയ കൊടുക്കാം ഏതൊക്കെ ചെയ്യുന്നതെന്നുള്ള. ജസ്റ്റ് ഒരു CC ക്രീമാണ് വിത്ത് SPF 50 വരും, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഓക്കെ. ഗെയറും കൂടി ആഡ് ആയി. പിന്നെ ഇത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ് അതിൻ്റെ തന്നെ. ഇങ്ങനെ ഇതാ മോയ്സ്ചറൈസർ. ഓക്കെ. ഇയർ പ്രോ ജെല്ലാണ്, അനസ്താസിയുടെ അനസ്താസിയ. നാച്ചുറലാണ്, PH ആണ് നൈക്കയുടെ ആ ഓയിൽ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇനി ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് മോയ്സ്ചറൈസർ ചെയ്യണോ? ടോണർ ഇത് സിമ്പിൾ മേക്കപ്പ് സിമ്പിൾ. ഈ പ്രൊഡക്റ്റ് ആണല്ലോ ഇപ്പോൾ തേക്കുന്നത്. പ്രാങ്ക് വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടില്ല? കാണണ്ടേ? ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തു. ആ വീഡിയോ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്തരോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ എന്താ അല്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, ചെറിയ കൊച്ചാണ്. കണ്ടില്ലേ, വീഡിയോയില് ഉള്ള പോലെയല്ല നേരിട്ട്, ഞാൻ ചെറിയ കൊച്ചാണ്. കുറച്ചെടുത്താൽ മതി, ഇത്രയും എടുത്തിട്ടുള്ളൂ. അതേതാ? ഇത് കോസ്മെറ്റിക്സ്. ഇത് ആക്ച്വലി കൺസീലറും കളർ കറക്റ്റിംഗ് ക്രീമും ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നതാണ്. എല്ലാം CC ഉണ്ട്, SPF 50 ഉണ്ട്, ആന്റി ഏജിങ് പർപ്പസ് ഉണ്ട്, ഹൈഡ്രേറ്റിംഗ് ആണ്. അങ്ങനെ എല്ലാ ഡ്രൈ ആണ്. ഇതെന്താ റേറ്റ് വരുന്നത്? 4000. ഓ, എക്സ്പെൻസീവ്. അപ്പോൾ 4000 വരുന്ന ഐറ്റാണ് എൻ്റെ ഫേസിൽ ഞാൻ ട്രൈ ചെയ്യുന്നത്. അതെ. എങ്ങനെ നിങ്ങളുടെ രണ്ടുപേരെ പേര് സെയിം ആയി? ടീന, ടീനു. ഞങ്ങൾ തമ്മിൽ 7 വർഷം. രണ്ടുപേരും മേക്കപ്പ് ചെയ്യൂലേ? ഗൈസ്, ഒന്നുകൂടി പറയുന്നു, 4000 റുപ്പീസ് വരുന്ന ഐറ്റാണ് ഇപ്പം എൻ്റെ മുഖത്ത് ട്രൈ ചെയ്യുന്നത്. 7 in 1. അതിൽ സൺസ്ക്രീൻ വരുന്നുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ വരുന്നുണ്ട്, ഇല്ലേ, പിന്നെ കളർ കറക്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അവസാനം ഞാനൊരു മേക്ക് ഓവറിസ്റ്റ് ആവുമോ? അതന്നെ, മേക്ക് ഓവറിസ്റ്റ് ആവുമോ? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുമോ? ഞാൻ ഓരോന്നും പോയി ട്രൈ ചെയ്തിട്ട് ഇവിടെ വേറൊരാളും കൂടി നിൽക്കുന്നുണ്ട്. മാക്കിന്റെ സ്ട്രോക്ക് ക്രീമും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഗ്ലോയ്ക്കാ ഐറ്റം. ഇതാണല്ലേ? ഇതാ. ഓക്കെ. ഇത് ഗ്ലോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്താ റേറ്റ് വരുന്നത്? അത് 1600. മിനി സൈസ് ഉണ്ട്, ഫുൾ സൈസ് ഉണ്ട്. 3690. യൂട്യൂബ് ചാനലുണ്ട്, രണ്ടും ഉണ്ട്. ഫൈസ്, തൃശ്ശൂര്. ഞാൻ മേക്കപ്പ് ചെയ്യുന്ന കണ്ടിട്ട് കുറെ പേര് വരുന്നുണ്ടല്ലോ.
പ്രോജെല്ലാണ്, നമുക്ക് പ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറെ പേര് നോക്കി പോകുന്നുണ്ട്. അതിവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കണ്ണാടിയാണ് ബാക്കിൽ നോക്കി വരും. കഴിഞ്ഞ പ്രാവശ്യം മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഈ ഐറ്റം ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഐബ്രോ ജെൽ അനസ്താസിയ. ഇത് എന്ത് റേറ്റ് വരും? 2000. വെൽ എക്സ്പെൻസീവ് ഐറ്റംസ് ആണല്ലോ അല്ലേ? ഓ, ഞാൻ ലക്ഷറി മേക്കപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം ഏകദേശം എത്ര കോസ്റ്റ് വരും ചെയ്ത് കഴിയുമ്പോൾ? 10K ഒന്ന് രണ്ടുപേര് വരും. 10K റേറ്റ് വരുന്ന മേക്കപ്പാണ് ഇപ്പൊ ചെയ്യണത്. 10K അല്ലേ? 10K above. ഓക്കെ. സ്റ്റേ ഓവർ വരുന്നത് 3000 റേഞ്ച് ആണ്. പിന്നെ സ്ട്രോപ്പ് വരുന്നത് 1000 താഴെ ഒരു ഐറ്റം ഇല്ല. ഇതിന് മാത്രം 599. ബാക്കിയൊക്കെ 1000+. ഇത് PH ഓയിലാണ്. നമുക്ക് ലിപ്പിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷെയ്ഡ് വരും. ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീൽ ഉണ്ടാവും. നോക്കിക്കോ. ഇത് PH ആണ്. PH ലിപ്പ് ഓയിലാണ്. നമ്മുടെ ഇടുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് വരുന്ന ഷെയ്ഡ് ആയിരിക്കില്ല ഫൈസിൽ വരുന്നത്. ഫൈസിൽ വരുന്നത് ഓരോരുടെയും PH അനുസരിച്ച്. ഓക്കെ, നിങ്ങളുടെ ലിപ്പിന്റെ PH അനുസരിച്ചിട്ട് ആ ഒരു കളറ് എടുത്ത് കാണിക്കും. ഓക്കെ. കളർ ഗ്ലോ ആയിട്ട്. അപ്പൊ ഇനി ലിപ്സ്റ്റിക് ഒന്നും മേടിക്കണ്ട, ഇത് മേടിച്ചോല്ലേ. ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഞാൻ വെയിലൊക്കെ കണ്ട് നടക്കുക. അത് കണ്ണിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങാതെ തോന്നുന്നുണ്ട്. ലൈറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടാണ്. ഇപ്പോൾ എത്ര ഐറ്റം നമ്മൾ യൂസ് ചെയ്തു? 1 2 3 4 5 6 സെറ്റിംഗ് സ്പ്രേ. ഇതിന് അടിക്കും. ഓക്കെ, പരിപാടി കഴിഞ്ഞ്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മളൊരു മേക്കപ്പാണ് ഇപ്പം ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ചെയ്തെന്ന ആൾക്കാർ രണ്ടുപേരൊന്ന് വരൂ. ടീനു ആൻഡ് ടീന, ഒരു ഹായ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ചെയ്തുതരുമില്ലെന്ന് എനിക്ക് അറിയണ്ടായില്ല. പക്ഷെ ചോദിച്ച പാടാ ആൾ ചെയ്തുതരാ പറഞ്ഞു. താങ്ക് യു. ഞാനങ്ങനെ സുന്ദരനായിട്ടാണ് നടക്കണത്.